അപ്പോൾ ട്രാവൽസിൽ നിന്നും പിന്നെ നമ്മുടെ ഈ ഒരു എക്സ്പോർട്ടിങ് ഇമ്പോർട്ടിങ് ആ ഒരു ബിസിനസ്സിലേക്കൊക്കെ എത്തി. അത് കഴിഞ്ഞിട്ട് പിന്നെയും ബിസിനസ്സുകൾ ചെയ്തു. പിന്നെയാണ് നമ്മുടെ ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ദ സൊല്യൂഷൻ മാസ്റ്റർ? സൊല്യൂഷൻ മാസ്റ്റർ ആ പേരിൽ തന്നെയുണ്ട്, സൊല്യൂഷൻ നൽകുക എന്നുള്ളതാണ്. ഇപ്പൊ ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മോട്ടിവേഷൻ അല്ല, ഡയറക്ഷൻ അല്ല വേണ്ടത്. കാരണം ഡയറക്ഷന് ഒരുപാട് സംവിധാനങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്തിൻ്റെയും ഡയറക്ഷൻസ് നമുക്ക് കിട്ടാനുണ്ട്. അതുപോലെ തന്നെ മോട്ടിവേഷൻ, എല്ലാവരും ആൾറെഡി മോട്ടിവേറ്റഡ് ആണ്. അപ്പൊ ഇവിടെ വേണ്ടത് കുറെ പ്രശ്നങ്ങളുണ്ട് ബിസിനസ്സുകാർ നേരിടുന്നത്. ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്നുള്ളത് ഒരു കോൺസെപ്റ്റ് കൊണ്ടുവരാൻ കാരണം. അപ്പോൾ എല്ലാ ഇൻഡസ്ട്രികളിലും ഒരുപാട് വ്യത്യസ്ത പ്രശ്നങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന്റെ സൊല്യൂഷൻ കൊടുക്കുക. ഈ സൊല്യൂഷൻ കൊടുക്കാൻ എന്നെ പ്രേരിപ്പിച്ചത്, ഒരു കാലത്ത് ബിസിനസ്സിൽ ഞാൻ നേരിട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടി ഒരുപാട് നടന്നിട്ടുണ്ട്. പക്ഷെ പലപ്പോഴും പരിഹാരം കിട്ടാത്തതിന്റെ പേരിൽ ഒരുപാട് ഡിലേ ആയിട്ട് ഒരുപാട് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ഇതുകൊണ്ട് തന്നെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്ന ഒരു സംവിധാനം പലയിടത്തും കിട്ടാനില്ല. കാരണം ബിസിനസ്സുകാർക്ക് സൊല്യൂഷൻ കൊടുക്കുന്ന സംവിധാനം ഇത് മാർക്കറ്റിൽ ഒരു ഗ്യാപ്പ് തന്നെയാണ്. അതിനെ റിയലൈസ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം 2015 മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയും ഇപ്പോൾ ഈ 9 വർഷക്കാലം കണ്ടിന്യൂസ് ആയിട്ട് ഒരു 30 രാജ്യങ്ങളിൽ പോയിട്ട് 2 ലക്ഷം ബിസിനസ് ഓണേഴ്സിന് വ്യത്യസ്തമായ സൊല്യൂഷൻസ് കൊടുക്കുവാനും ഒരുപാട് സക്സസ്ഫുൾ ആയിട്ടുള്ള വലിയൊരു കമ്മ്യൂണിറ്റി, മലയാളി കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്യുവാനും സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദ സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്നത് എന്തൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടായാലും, അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടായാലും, അല്ലെങ്കിൽ പ്രോബ്ലം ഉണ്ടായാലും, ഇഷ്യൂസ് ഉണ്ടായാലും നമുക്ക് ധൈര്യത്തോടെ സാറിന് നമുക്ക് അപ്രോച്ച് ചെയ്യാം അല്ലേ? ദ സൊല്യൂഷൻ മാസ്റ്ററിലേക്ക് വരാനുള്ള ഒരു ഇൻസിഡന്റ് അല്ലെങ്കിൽ ആ ഒരു പോയിന്റ് എന്തായിരുന്നു? മെയിൻ ആയിട്ടുള്ള പോയിന്റ്, ഒന്നാമത് എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസുകളാണ്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്തിട്ടുള്ളത് പ്രശ്നങ്ങളെയാണ്. കാരണം ക്യാപിറ്റൽ ഇല്ലാതെ, കൂടുതൽ എക്സ്പീരിയൻസ് ഇല്ലാതെ, ബാക്ക്ഗ്രൗണ്ടിൽ ബിസിനസ് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാതെ ഇറങ്ങിയ ഒരാളാണ്. അപ്പോൾ ഒരുപാട് ഫെയിലിയർ ആവാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ എപ്പോഴും എന്നെ കുറിച്ച് പറയുന്നത് മാസ്റ്റർ ഓഫ് ഫെയിലിയർ എന്നാ പറയാ. ബിസിനസ്സിൽ ഒരുപാട് ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്. ആ ഫെയിലിയറിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരുപാട് കാര്യങ്ങളുണ്ട്, വിസ്ഡം ഉണ്ട്. അത് ഒരു സൊല്യൂഷൻസ് ആണ്. പല ആൾക്കാരും ഈ പ്രശ്നങ്ങളിലൂടെയാണ് പല ബിസിനസ്സുകാരും കടന്നു പോകും. അപ്പോൾ എൻ്റെ അടുത്തുള്ള ഈ സൊല്യൂഷൻസ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ അത് വലിയൊരു കാര്യമാണെന്ന് ചിന്തിച്ചു. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, 1-2 ഇൻസിഡൻറ്റ് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഭാഗത്ത്, അതായത് എനിക്കറിയുന്ന വളരെ ക്ലോസ്ഡ് ആയിട്ടുള്ള ആളുകൾ ബിസിനസ്സിൽ പ്രശ്നം വന്ന സമയത്ത് ആത്മഹത്യ ചെയ്ത കുറച്ച് ആളുകൾ, അതുപോലെ തന്നെ നാട് വിട്ടുപോയ കുറേ ആളുകൾ, ഡിപ്രഷനിലേക്ക് കുറേ ആളുകൾ, കുറേ നമ്മുടെ ബിസിനസ് കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് ഇങ്ങനെ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് കേട്ടപ്പോൾ ഇവർക്കൊരു സൊല്യൂഷൻ കിട്ടിയിരുന്നെങ്കിൽ. നമ്മുടെ നാട്ടിൽ തന്നെ ഒരാൾ 250 കോടി ബാധ്യത വന്നിട്ട് തൂങ്ങി മരിച്ചതുണ്ട്. അതുപോലെ നാട് വിട്ടുപോയ കുറേ ആൾക്കാരുടെ സ്റ്റോറീസ് ഉണ്ട്. എൻ്റെ അടുത്ത ക്ലോസ് ആയിട്ടുള്ള സുഹൃത്ത് ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. ഡ്രഗ്സിലേക്ക് പോയ, ഡിപ്രഷനിലേക്ക് പോയവരുണ്ട്. ഇങ്ങനത്തെ ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കുമ്പോൾ വളരെ ഇമോഷണൽ ആവാണ്ട് ഇവർക്ക് എന്തുകൊണ്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു സൊല്യൂഷൻ കൊടുക്കുക ഒരാളുണ്ട്. ഇപ്പം നമുക്കൊരു രോഗം വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, പ്രശ്നം പറയുന്നു, അയാളെ സൊല്യൂഷൻ കൊടുക്കും. അല്ലെങ്കിൽ നമ്മൾ ഡിപ്രഷൻ ആവും. ദിവസങ്ങൾ ആ രോഗം കൊണ്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ പേടിച്ചു പോകും. ഡോക്ടർ എന്ന് പറയുമ്പോൾ ഡോക്ടർ കാണുമ്പോൾ തന്നെ 50% പോയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് ബാക്കി മെഡിസിൻ കഴിക്കുമ്പോഴേക്കും പോകും. അപ്പം അങ്ങനെ ഒരു സൊല്യൂഷൻ കൊടുക്കുന്നത് അത് ഫിസിക്കലി ആണോ, മെന്റലി ബിസിനസ് പരമായിട്ട് കൊടുക്കുന്ന ഒരു സംവിധാനങ്ങൾ വളരെ കുറവാണ്. മെന്റലി ഉള്ളിടത്തും ആളുകൾ പോകാൻ മടിയാണ്. പക്ഷേ ബിസിനസ് പരമായിട്ടുള്ള ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് സൊല്യൂഷൻ കൊടുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസും ഇപ്പോൾ കറൻ്റ്ലി അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് തോന്നിയത് കൊണ്ടാണ് സൊല്യൂഷൻ മാസ്റ്റർ എന്ന് പറയുന്ന കോൺസെപ്റ്റിലേക്ക് ഞാൻ ഫോക്കസ് ചെയ്യാനുള്ള കാരണം. ഞാൻ കേട്ടിട്ടുണ്ട് സാർ നല്ലൊരു പ്രഭാഷകൻ കൂടിയായിരുന്നു എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ സാറിൻ്റെ ബിസിനസ്സിലേക്ക് എത്രത്തോളം സാറിനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ യൂസ്ഫുൾ ആയിട്ടുണ്ട്? അതിൽ പ്രധാനമായിട്ട് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ സ്വപ്നം കണ്ടതുപോലെ തന്നെ ഇപ്പോൾ എൻ്റെ മദർ വളരെ വലിയൊരു ഡ്രീമറാണ്. അത് മക്കളെ കുറിച്ച് വലിയ സ്വപ്നങ്ങൾ എല്ലാ പാരൻസിനും ഉണ്ടാവും. പക്ഷെ എൻ്റെ ഉമ്മ ഒന്നുകൂടി വലിയ തരത്തിൽ ഡ്രീം ചെയ്യുന്ന ഒരാളായിരുന്നു. അപ്പോൾ എന്നെ എപ്പോഴും ഡ്രീം ചെയ്തിട്ടുണ്ടായിരുന്നു, ഞാൻ വലിയ പ്രഭാഷകനാവണം എന്നുള്ള ആഗ്രഹമായിരുന്നു. അപ്പോൾ അതോടെ തന്നെ ആ പ്രഭാഷണത്തിലേക്ക് എന്നെ പ്രചോദിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഈ ചെറിയ പ്രായത്തിൽ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ചില വേദികളൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ 7ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് ഞാൻ ഒരു വേദിയിൽ കയറി പ്രഭാഷണം നടത്തുന്നത് 1 മിനിറ്റിൻ്റെ പ്രസംഗമാണ് മദ്രസയിലുള്ള ഒരു പരിപാടി. ആ മാറ്റർ എന്ന് പറയുന്നത് മദ്രസയിൽ ഒരു നബിദിന പ്രോഗ്രാമിൽ ഒരു പ്രഭാഷണമാണ്, 1 മിനിറ്റിൻ്റെ പ്രഭാഷണം. അത് ഉമ്മ വളരെ ക്യൂരിയോസിറ്റിയോടുകൂടെ എന്നെ പഠിപ്പിച്ചു. വളരെ സന്തോഷത്തോടുകൂടെ ഞാനത് പഠിച്ചെടുത്ത് സ്റ്റേജിൽ കയറി. സ്വാഭാവികമായിട്ട് ഫസ്റ്റ് സ്റ്റേജ് ആയതുകൊണ്ട് തന്നെ അതിൽ കയറിയ സമയത്ത് തന്നെ പേടിച്ചുകൊണ്ട് എല്ലാം മറന്നു. അങ്ങനെ ഓടി ഉമ്മാൻ്റെ അടുത്തേക്ക് ഓടുവാണ്. ഓടി ഉമ്മ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ച്, എല്ലായിടത്തും ചിരി വരുമല്ലോ സ്വാഭാവികമായിട്ടൊരു സദസ്സിൽ. അതാണ് എൻ്റെ ഒരു പ്രഭാഷണത്തിലുള്ള എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് ഉമ്മ പറഞ്ഞൊരു വാക്ക് മേ ബി എൻ്റെ മനസ്സിൽ തറച്ചതായിരിക്കാം, നീ വലിയൊരു പ്രഭാഷകനാകുമെന്ന് പറഞ്ഞ്. അതിൻ്റെ ശേഷം പ്രഭാഷണ കലയിൽ എന്നെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വ്യത്യസ്തമായിട്ടുള്ള ഗുരുനാഥന്മാരെ ഏൽപ്പിക്കുകയും അവർ
അവരിൽ നിന്ന് എന്നെ പ്രഭാഷണം പഠിപ്പിക്കുകയൊക്കെ ചെയ്തു. കാരണം ആ കാലഘട്ടത്തിൽ അങ്ങനെ ആരും ചെയ്യാത്തതാണ്. പലപ്പോഴും നമ്മൾ വീക്കായിട്ടില്ല. ഞാൻ പല പഠനത്തിൽ പല വിഷയത്തിലും വീക്കായിരുന്നു. അതിലൊന്നും എന്നെ ട്യൂഷൻ വിട്ടിട്ടില്ല. കാരണം ഞാൻ വീക്കായതിലല്ല എനിക്ക് ട്യൂഷൻ വേണ്ടത്. എനിക്ക് സ്ട്രെങ്ത് ഉള്ളതിൽ, എനിക്ക് പാഷൻ ഉള്ളതിലും എൻ്റെ ഡ്രീമിലുമാണ് ട്യൂഷൻ വേണ്ടതെന്ന് എൻ്റെ മദർ തിരിച്ചറിഞ്ഞുകൊണ്ടായിരിക്കാം ആ ഒരു ട്യൂഷനിലൂടെ ഞാൻ വ്യത്യസ്തമായ അധ്യാപകരിലൂടെ പ്രഭാഷണത്തിൻ്റെ പല മേഖലകളും പഠിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് 37ാമത്തെ വയസ്സായപ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയം പ്രസംഗിച്ചതിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് 4 day 3 night വിത്തൗട്ട് സ്ലീപ്പ് വിത്തൗട്ട് ഫുഡ് 73.15 hours കണ്ടിന്യൂസ് ആയിട്ട് സംസാരിച്ച് 2021 ഒക്ടോബർ 17 ഗിന്നസ് വേൾഡ് റെക്കോർഡ് കരസ്ഥമാക്കി. അതിൻ്റെ സർട്ടിഫിക്കറ്റും കൊണ്ട് എൻ്റെ മദറിൻ്റെ കയ്യിൽ കൊടുക്കാൻ പറ്റി. അപ്പോൾ ഇത്രയും കാലം ഞാൻ ഈ ബിസിനസ് ചെയ്യുന്ന സമയത്തും എൻ്റെ ഒരു വലിയ എൻ്റെ ഉമ്മയുടെ സ്വപ്നം, എൻ്റെ ഉള്ളിലുള്ള പാഷനുമായിട്ടുള്ള, എൻ്റെ ഇൻബോൺ ടാലൻറ്റുമായിട്ടുള്ള ഈ പ്രഭാഷണ കലയിലും ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു ബിസിനസ്സുകാരൻ എന്നുള്ള നിലക്കും പ്രഭാഷകൻ എന്നുള്ള ഒരു മിക്സിങ് ഇതിൻ്റെ ഉള്ളിൽ വരാൻ കാരണം. നിങ്ങൾ ചോദിച്ചത് അതിൽ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് രണ്ടും ഉപകാരത്തിൽപ്പെട്ടു. ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബിസിനസ്സുകാരൻ എപ്പോഴും നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ ബിസിനസ്സുകാരെ പഠിച്ച പാഠങ്ങൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുവാണെങ്കിൽ അത് വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ ഒരു നാച്ചുറൽ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരാൾക്ക് ആരോഗ്യമില്ല, അയാൾക്ക് അറിയാം എക്സസൈസ് ചെയ്യണം, മോർണിംഗിൽ എണീക്കണം, എക്സസൈസ് ആരാ പോവാറ്? 95% ആൾക്കാർ പോവില്ല. അതിന്റെ കാരണം അടിച്ചിട്ട് പോകും. അപ്പൊ നമ്മൾ എക്സിക്യൂഷനിൽ ഫെയിലിയർ ആണ് അധികം ആളുകളും. അപ്പൊ കൃത്യമായൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കൾച്ചർ ഉണ്ട് മലയാളി കമ്മ്യൂണിറ്റിയിൽ. കാരണം നമുക്കൊരു ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യും. ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, ക്യാഷ് നമ്മൾ എവിടെയെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ, സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഫോളോ അപ്പ് ചെയ്യാത്തവർക്ക് കളക്ഷൻ പോലും കിട്ടില്ല. ഫോളോ അപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ ഫോളോ അപ്പ് ചെയ്യണം എന്നുള്ളത് അത് പണ്ടേ അങ്ങനെ ചെയ്ത് ശീലമായതുകൊണ്ടായിരിക്കാം. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഇല്ലാതെ നമുക്ക് സക്സസ്ഫുൾ ആക്കി എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യം ചോദിക്കുകയാണ്. ഒരു ബിസിനസ് പേഴ്സൺ താങ്കളുടെ അടുത്ത് സമീപിക്കുകയാണ്. അപ്പോൾ ആൾക്ക് ഒരു ഐഡിയ ഉണ്ട്. ഇപ്പോൾ അവർക്കൊരു കോസ്മെറ്റിക്സ് അല്ലെങ്കിൽ കോസ്റ്റ്യൂംസിൻ്റെ എന്തെങ്കിലും ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അവർക്ക് ബാക്കിയുള്ളതൊന്നുമില്ല. അതായത് മാർക്കറ്റ് എങ്ങനെ പിടിക്കണമെന്ന് അറിയില്ല, അല്ലെങ്കിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എത്രത്തോളം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് അറിയില്ല, എവിടെ നിന്ന് ഡ്രസ്സ് എടുക്കണമെന്ന് അറിയില്ല. അപ്പോൾ ഇങ്ങനെ ഒരാളെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ഐഡിയ മാത്രമേ ഉള്ളൂ, എനിക്കത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നാൽ ഒരു ഇൻട്രസ്റ്റ് മാത്രമായിട്ട് വരികയാണ്, ഐഡിയ മാത്രമായിട്ട് വരികയാണെങ്കിൽ സാർ എങ്ങനെ ഇരിക്കും അവരെ അപ്രോച്ച് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ഇരിക്കും അവരുടെ അടുത്ത് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നത്? ഒരു ബിസിനസ്സിനെ നമുക്ക് നിങ്ങൾക്കൊരു ആപ്പിൾ വേണമെങ്കിൽ നിങ്ങൾ ആപ്പിളിനെ കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല, സീഡിനെ കുറിച്ചാണ് ആലോചിക്കേണ്ടത് അല്ലേ? അപ്പോൾ ഒരു ആപ്പിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ 3 പ്രോസസ്സുകളുണ്ട്. അതിലാദ്യം ഒരു സീഡ് വേണം. ആ സീഡിനെ പ്ലേസ് ചെയ്യാനൊരു സ്ഥലം വേണം. അതിനെ ഏറ്റവും നല്ല രീതിയിൽ മാനേജ് ചെയ്ത് കഴിഞ്ഞാലാണ് ഒരു മരം ഉണ്ടാവുന്നതിന് ആപ്പിൾ പറിക്കാൻ പറ്റുള്ളൂ. അതുപോലെ ആപ്പിൾ എന്ന് പറയുന്നത് പ്രോഫിറ്റ് ആണ്, ബിസിനസ്സിൽ പ്രോഫിറ്റ്. ഇപ്പോൾ ഒരാൾക്ക് ബിസിനസ് തുടങ്ങുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രോഫിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അയാളുടെ ഉള്ളിലെ ആശയം മാത്രമേ ഉള്ളൂ, അത് സീഡ് മാത്രമേ ഉള്ളൂ. ഇനി ആ സീഡിന് ഒരു സ്ഥലം വേണം, ലാൻഡ് വേണം. ഇപ്പോൾ ലാൻഡ് വേണമെന്ന് പറയുമ്പോൾ നമുക്കറിയാം മാർക്കറ്റ്, അത് എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കിട്ടിയിട്ടില്ല. ഇപ്പോൾ ഈത്തപ്പഴം കൊണ്ടുപോയിട്ട് നമ്മളിവിടെ മലപ്പുറത്തിട്ടാലോ എറണാകുളം ഇട്ട് കഴിഞ്ഞാലോ വിളയണമെന്നില്ല. അതുപോലെ തേങ്ങ കൊണ്ടുപോയിട്ട് സൗദി അറേബ്യ കൊണ്ടു കഴിഞ്ഞാൽ അത് ഉണ്ടാവണമെന്നില്ല. അതുപോലെ ഉണ്ടാവില്ല എന്നല്ല, അത്ര തന്നെ എക്സ്പ്ലോർ ചെയ്യണമെന്നില്ല. അപ്പോൾ അതുപോലെ തന്നെ ആ സീഡിന് പറ്റിയ ലാൻഡ് ഏതാന്നുള്ളതാണ്, അത് സെലക്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അത് പല ആൾക്കാർ സംരംഭകർക്ക് അറിയില്ല. ചില ആളുകൾ സെലക്ട് ചെയ്ത് എങ്ങനെയാന്ന് വെച്ചാൽ റെന്റ് കുറഞ്ഞ സ്ഥലം, ചില ആളുകൾ സെലക്ട് ചെയ്യുക എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലം, ചില ആളുകൾ എനിക്ക് ഏറ്റവും കൺവീനിയൻസ് ഉള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ, അതായത് ഞാൻ പറയുന്ന തീംസിലേക്ക് എത്തുന്ന ഒരു ബിൽഡിംഗ് ഓണർ, ഇങ്ങനെയൊക്കെയാണ് ആളുകൾ. അതല്ല, ആ സീഡിന് അനുയോജ്യമായ സ്ഥലമല്ലേ വേണ്ടത്, അതിനെ സെലക്ട് ചെയ്യാനാണ് അടുത്ത് സഹായിക്കാം. ഇത് രണ്ടും സെലക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവുക. കാരണം ഇതിൻ്റെ ബഡ്ജറ്റ് മനസ്സിലാവണമെങ്കിൽ ഓരോ ലാൻഡിനനുസരിച്ച് ഡിഫറൻറ്റാണ്. ഇപ്പോൾ എറണാകുളം ഇതുപോലെയല്ല ഉള്ളോട്ട് ഒരു സ്ഥലത്ത്, അതുപോലെ ആവില്ല മലപ്പുറം, അതുപോലെ ആവില്ല കാലിക്കറ്റ്. എല്ലാ സ്ഥലങ്ങളും ഡിഫറെൻ്റ് ആണ് അതിൻ്റെ കോസ്റ്റ് വരുന്നത്. അപ്പോൾ അതിനെ കളക്ട് ചെയ്തതിന് ശേഷം പിന്നെ ആ ബിസിനസ്സിൻ്റെ സൈസ് ഫിക്സ് ചെയ്യും. അതിനെയാണ് ക്യാപിറ്റൽ കണ്ടെത്തുക. പിന്നെ ഈ ക്യാപിറ്റൽ കണ്ടെത്താനുള്ള റിസോഴ്സുകളാണ് പിന്നെ. കാരണം പലപ്പോഴും ക്യാപിറ്റൽ കറക്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഇവർ കോംപ്രമൈസ് ചെയ്തിട്ട് കുറഞ്ഞ റെൻ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ബിസിനസ് ചെറുതായി പോകുന്നു, ആ ബിസിനസ് ഫെയിലിയർ ആവുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥലം സെലക്ട് ചെയ്തതിന് ശേഷം ബഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ ബഡ്ജറ്റിലെ ഇയാളുടെ കയ്യിലുള്ള കപ്പാസിറ്റി എന്താണ്. അപ്പോൾ അയാളുടെ കയ്യിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 30 ലക്ഷം രൂപ അല്ലെങ്കിൽ 50 ലക്ഷം രൂപ വേണം വെക്കുക. ഇയാളുടെ കയ്യിൽ ആകെ 20 ലക്ഷം ഉള്ളൂ, ബാക്കി 30 ലക്ഷം രൂപ. സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചെയ്യാത്ത ഒരാൾ എന്താ ചെയ്യുക? 20 ലക്ഷം കൊണ്ട് ആ ബിസിനസ് തുടങ്ങാൻ ശ്രമിക്കും, ഫെയിലിയർ ആവും, പക്ക ഫെയിലിയർ ആവും. കാരണം അപ്പോൾ ആ 30 ലക്ഷത്തെ സോഴ്സ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യും? അത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നെങ്കിൽ അയാൾ ലോൺ എടുക്കണം, അത് താല്പര്യമില്ലാത്ത ഒരാളാണെങ്കിൽ ആ കമ്പനിയുടെ ഷെയർ വിൽക്കണം, അതിനും താല്പര്യമില്ലെങ്കിൽ കസ്റ്റമറിൽ നിന്ന് അഡ്വാൻസ് വാങ്ങിയിട്ട് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉള്ള ബിസിനസ് ആണെങ്കിൽ, എല്ലാ ബിസിനസ്സിലും പറ്റില്ല, അങ്ങനത്തെ ബിസിനസ് ആണെങ്കിൽ അത് അഡോപ്റ്റ്. ഈ 3 മാർഗ്ഗങ്ങളിലൂടെ എനിക്ക് ക്യാപിറ്റൽ സോഴ്സ് ചെയ്യാൻ പറ്റുക.
അപ്പോൾ ഇതിനെ സോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു വലിയൊരു ചോദ്യമാണ്. കാരണം ഇതൊക്കെ ചെയ്തു, എല്ലാം റെഡിയാണ്, ഈ കാര്യത്തിലൊക്കെ നമ്മൾ ഒരു കുറച്ചൊക്കെ അഡ്വാൻസ്ഡ് ആണ്, എല്ലാവർക്കും അറിയാം ഇപ്പം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ. പക്ഷേ മൂന്നാമത്തെ ഒരു കാര്യമാണ് വളരെ ക്രിട്ടിക്കൽ, ഹൗ ടു മാർക്കറ്റ്. ഇതിനെങ്ങനെ മാർക്കറ്റ് ചെയ്യും? നമ്മളൊരു സ്ഥലത്ത് നല്ലൊരു സ്പോട്ടിൽ തുടങ്ങിയത് കൊണ്ടോ നല്ലൊരു സ്ഥലത്ത് ക്യാപിറ്റൽ കൊണ്ടുവന്നതുകൊണ്ടൊന്നും കാര്യമില്ല. അതിനെ മാർക്കറ്റ് ചെയ്തെടുക്കണം. കസ്റ്റമർ അസോസിയേഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടർ.